പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം. നന്മയുടെ സമ്മാനം, നന്മയുടെ സ്വരമായി ഉയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാൻ വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ ഒരുപാട് പ്രിയപ്പെട്ട ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. Voice of Goodness Season 3. നേരെ നമുക്ക് നമ്മുടെ ജഡ്ജസിലേക്ക് പോകാം. പോളിച്ച സ്വാഗതം. മനോജേട്ടാ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് സിസിലിക്കും സ്വാഗതം. നമ്മുടെ ഈ ഓർക്കസ്ട്രയെ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികളിലേക്ക് പോവാണ്. ആദ്യം തന്നെ നമുക്ക് വേദിയിലേക്ക് KJ ആഗ്നസിനെ ഇൻവൈറ്റ് ചെയ്യാം. വരുമോളെ. യാത്രയൊക്കെ സുഖായിരുന്നോ? സുഖായിരുന്നു. ഇന്ന് എന്താ പാടാൻ പോണേ? സെമി ക്ലാസിക്കൽ റൗണ്ട് ആണോ? അതെ. അപ്പോ ഈ വേഷമൊക്കെ മോളുടെ തന്നെ ഇതിനു വേണ്ടിട്ട് പുതിയതായിട്ട് തുന്നിയതാ? ആ ഓക്കേ. നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. ഏതാ പാട്ട് പാടാൻ പോണത്? തേനിലും മധുരം. നന്നായിട്ട് പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Voice of Goodness Season 3. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ട് ചൊൽത്തോഴാ നീ സശ്രദ്ധമിതിലേ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ.
എന്ത് മനോഹരമായിരുന്നു പാടിയത് കേൾക്കാനായിട്ട്. എന്ത് രസമായിട്ടാ പാടുന്നേ. എത്ര ദിവസങ്ങൾ എടുത്ത് കാണും മോളി പാട്ട് പഠിക്കാൻ? പാട്ട് സെലക്ട് ചെയ്ത് അന്ന് തുടങ്ങി പഠിക്കുന്നുണ്ടോ? എന്നിട്ട് ഏകദേശം മോൾക്കൊരു അവളുടെ ഗ്രാസ്പിംഗ് എങ്ങനെയാന്ന് അറിയാനാ ഏകദേശം എത്ര സമയം വേണം? ഒരു 2 ആഴ്ചക്കുള്ളില് 2 ആഴ്ച വേണം ഒരു പാട്ട് പഠിച്ചെടുക്കാനായിട്ട്. ആ സ്വരങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും അല്ലെ? അത് തന്നെത്താൻ ഇങ്ങനെ ഫുൾ ടൈം പിന്നെ പാട്ട് കേട്ടോണ്ടിരിക്കുവോ മോള്? അത് കേട്ട് അവള് തന്നെ പ്രാക്ടീസ് ചെയ്തോളും. ഓക്കെ. പാടി കഴിഞ്ഞാൽ ആദ്യം അമ്മേനെ തന്നെയാണോ പാടി കേൾപ്പിക്കുന്നത്? അതെ. പഠിച്ചു കഴിയുമ്പോ ആണ്. ഇഷ്ടപ്പെട്ടോ ഇന്ന് പാടിയത്? ഇഷ്ടപ്പെട്ടു. സാറിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ മോളെ, ഇനി നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. പൊളിച്ച അഗ്നസ് വളരെ മനോഹരമായിട്ട് പാടി. ചലഞ്ചുള്ളൊരു പാട്ടാണ്. സ്വരങ്ങൾ, പ്രത്യേകിച്ച് സ്വരങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും വലിയ ചലഞ്ച്. അഗ്നസ് വളരെ മനോഹരമായിട്ട് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ സ്വരങ്ങൾ പാടാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറെ പ്രാക്ടീസ് ചെയ്തു അല്ലേ? എത്ര നാളായി പാട്ട് സെലക്ട് ചെയ്തിട്ട്? ആദ്യത്തെ പാട്ടുകൾ കഴിഞ്ഞപ്പോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ മുതല് ഒരു 3-4 മാസങ്ങളായിട്ട്. അഗ്നസ് ആരടുത്ത പഠിക്കുന്നത് മ്യൂസിക്? കീർത്തി എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. കീർത്തി ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. കീർത്തി ടീച്ചർ. കുറച്ച് കാലമായോ പഠിച്ചു തുടങ്ങിയിട്ട്? 1 കൊല്ലം ആവണു ഏകദേശം. അപ്പൊ നന്നായിട്ട് പാടി. നല്ല ഭാവിയുണ്ട് അഗ്നസിന് കേട്ടോ. ഓരോ റൗണ്ടിൽ വരുമ്പോഴും അഗ്നസിന്റെ കഴിവുകൾ ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് അങ്ങനെ പാടുന്നത് കണ്ട് ഇരിക്കാനായിട്ട്. ഞങ്ങൾ പാട്ടിലിങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു ഓരോ സമയം. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ കേട്ടോ. പ്രത്യേക ആശംസകൾ. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ, ആഗ്നസ് അവിടെ നിന്ന് പാടുമ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ താളൊക്കെ പിടിച്ച് ഒരു കർണാട്ടിക് കച്ചേരിക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു ആനന്ദമാണ് ഞങ്ങൾക്ക് തന്നത്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ മോളെ, നല്ല ദൈവാനുഗ്രഹം ഉണ്ട് മോൾക്ക്. വലിയൊരു സിംഗറായിട്ട് തീരാനുള്ള എല്ലാ ഘടകങ്ങളും മോൾക്കുണ്ട്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് പാരൻസും ഉണ്ട്, ഡാഡി ഉണ്ട്, മമ്മി ഉണ്ട് അല്ലേ? അവർ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട് കൊടുക്കാറുണ്ടോ? ഏത് സമയത്താണ് ഇവർ പ്രാക്ടീസ് ചെയ്യാറ് മോള്? വൈകിട്ടുള്ള സമയത്താണ്. ആണല്ലേ? അത് കൃത്യമായിട്ട് അത് പാലിച്ചു പോരുന്നുണ്ടോ ഒരു ഇത്ര സമയം എന്നുള്ളത്? 1 മണിക്കൂർ മ്യൂസിക് ക്ലാസ് ഉണ്ടാവും ആഴ്ചയിൽ 2 ദിവസം. അല്ലാത്ത സമയങ്ങളിൽ വൈകിട്ട് അവള് പാടി പഠിക്കും. ഓ വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഒരു കൃത്യമായ ഒരു സമയം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ദൈവാനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സിസ്ലി. ആഗ്നസ് കുട്ടി, എന്താ ആഗ്നസ് കുട്ടിക്ക് പറ്റിയ ഒരു കുഞ്ഞ് സ്വീറ്റ് ഒരു സെമി ക്ലാസിക്കൽ പാട്ട്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. മോള് പാടിയപ്പം എന്താ പറയാ, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, നമുക്ക് അച്ചടാന്ന് തോന്നുമായിരുന്നു. അതുപോലെ രസമായിട്ട് പാടി കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഈ പാട്ട്? ഡിഫിക്കൾട്ട് ആയിരുന്നോ പാടാൻ? ചെറുതായിട്ടേ ഉള്ളൂ. ഇതൊക്കെ ചെറുത് അല്ലേ, ഇനി വലിയ സാധനങ്ങൾ പോരട്ടെ അല്ലേ? ഓക്കെ, നന്നായി പാടി. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മോളുടെ പ്രസന്റേഷൻ, നല്ല ഡ്രസ്സ്, ഈ റൗണ്ടിന് പറ്റിയ നല്ലൊരു ഡ്രസ്സും നല്ല പ്രസന്റേഷനും, ഓൺ സ്റ്റേജ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി. ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് ആഗ്നസ് കുട്ടി ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ. എനിവേ നല്ല രസം ഉണ്ടായിരുന്നു. മോൾക്ക് പറ്റിയൊരു പാട്ട്, അതാണ് എനിക്ക് തോന്നി. നല്ല സെലക്ഷൻ ഓഫ് സോങ് കേട്ടോ. നന്നായി പാടി. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ഇനി നമുക്ക് ആഗ്നസിന് ഈ റൗണ്ടിലത്തെ മാർക്കിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചോദിക്കാം, ആദ്യം ആരുടെ മാർക്കായ ആഗ്നസിന് അറിയണ്ടേ? ഓക്കെ, പൊളിച്ച 8.5 മാർക്സ് അഗ്നസ്. യെസ്. മനോജ് ചേട്ടാ? 8.5. സിസ്ലി? 8.5. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ 25.5 മാർക്സ് ഓൺ 30. അപ്പോൾ അതാണ് മോൾക്ക് ഈ സെമി ക്ലാസിക്കൽ കാറ്റഗറി റൗണ്ടിൽ മോൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക്. സന്തോഷായോ? ശരി മോളെ, അപ്പൊ പോയിട്ട് വരും, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ. വാശിയേറിയ മത്സരത്തിൽ അടുത്തതായിട്ട് മത്സരിക്കാനായിട്ട് എത്തുന്നത് നെവിൻ ചാക്കോ. യെസ് നെവിൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഇപ്പൊ ഏതാണ് റൗണ്ട്? ഇതിപ്പം ലണ്ടൻ. ലണ്ടൻ. ഓക്കെ, അപ്പൊ മോൻ ഇത് പുതിയതായിട്ട് പഠിച്ചെടുത്ത് വന്ന പാട്ടാണോ? ഓക്കെ,
ഓക്കെ, അപ്പം നല്ലൊരു പാട്ട് തന്നെ സെലക്ട് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. പാട്ടിന് ശേഷം കാണും നമ്മൾ. ഓക്കെ, താങ്ക് യു. Voice of Goodness, Season 3. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ, സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ, സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു.
നെവിൻ ഇന്നിപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. പാടിയതിന്റെ ഇതൊക്കെ അറിയാനും കേൾക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം. ഒരു ഭയങ്കര ഡിസ്കഷനിലാണ്. മനോജേട്ടാ, എന്താണ് മനോജേട്ടന്റെ അഭിപ്രായം? നെവിൻ, എന്തോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. സാർ. എല്ലാ പള്ളികളിലും ഈസ്റ്റർ വന്ന് പാടുന്നൊരു പാട്ടാണത്. ഇത്രയും വളരെ എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു മെലഡി, അത് ഇത്രയും എന്താ പറയുക ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റു പാടാവുന്ന ഒരു മെലഡിയാണ്, ഒരു പാട്ടാണ്. അപ്പോൾ അത് മോനത് പാടിയപ്പോൾ ഞാൻ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. കോറിലൊക്കെ ഈ വയലിൻ്റെ ബിറ്റുകളൊക്കെ വായിക്കുമ്പോൾ, പ്രിൻസേട്ടനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എൻ്റെ മനസ്സിൽ അതൊക്കെയാണ് ഓടിപ്പോണ്ടായിരുന്നത്. പിന്നെ എന്തായാലും മോനത് വളരെ ഭംഗിയായിട്ട് പാടിയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോളിച്ച, നെവിൻ എന്തോ അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. പ്രത്യേകിച്ച് നമ്മൾ പറയല്ലോ ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പോൾ അത് ആ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ഇങ്ങനെ സെമിനാരിയിലും അതിന് മുമ്പൊക്കെ കേട്ടിട്ടുള്ള പാട്ടാണത്. മനസ്സിൻ്റെ ഉള്ളിൽ തറഞ്ഞിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ആ മെലഡി ഇപ്പോഴത്തെ ഈ ന്യൂജൻ ആൾക്കാർ അതെല്ലാം എടുത്ത് പാടുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം പഴയ പാട്ടുകളൊക്കെ ഓൾമോസ്റ്റ് ഡിമിനിഷിങ് സ്റ്റേജിലാണ്, പഴയ ഭക്തി ഗാനങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ തലമുറയിലുള്ളവർക്ക് അത് അറിയില്ല അധികം. അപ്പോൾ പുതിയ പാട്ടുകളിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവതരിപ്പിക്കുന്ന പലതും പുതിയ പാട്ടുകളാണ്. പക്ഷെ അതിനിടയ്ക്ക് പഴയൊരു മുത്തിനെ നെവിൻ കണ്ടെത്തി അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ വീണ്ടും ശ്രമം നടത്തി. ആരേത് സെലക്ഷന് സഹായിച്ച? പപ്പയും അമ്മയും. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. അവർക്ക് ഇതറിയാം, അവരിത് വളരെയധികം ആസ്വദിച്ചുള്ളൊരു പാട്ടാണ് ആ കാലഘട്ടത്തിലെ. പാബേലച്ചൻ്റെ മനോഹരമായിട്ടുള്ള വരികൾ, നെവിൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളിൽ നിന്നും മികച്ചയായിട്ട് ആ ശബ്ദത്തെ എങ്ങനെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിച്ചു. ഒരു പക്ഷേ ഞങ്ങൾ കൂടുതൽ ആസ്വദിച്ചതും അത് തന്നെയാണ്, വോയിസിൻ്റെ ആലാപന ഭംഗി എന്ന് പറയില്ലേ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്, വലിയൊരു ഗിഫ്റ്റാണ് മോന് ദൈവം തന്നിട്ടുള്ളത്. ഇനിയും അത് വർദ്ധിപ്പിച്ച് ഉയരങ്ങളിലേക്ക് പോകാൻ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. സിസ്ലി, നെവിൻ, എന്തോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ സെലക്ഷൻ ഓഫ് സോങ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു. പഴയ പാട്ടിന്റെ ഒരു സുഖം അത് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അത് പാട്ട് കേൾക്കുമ്പോഴും പാടുമ്പോഴും നെവിനും എന്ത് റിലാക്സ്ഡ് ആയിരുന്നു പാടുമ്പം. അതിൽ മുഴുകി പാടി ആ പാട്ടിൽ, ഒരുപാട് മ്യൂസിക് ഒന്നും ഇല്ലാതെ, ബഹളങ്ങളില്ലാതെ, എന്ത് ലൈറ്റായിട്ട് സിമ്പിൾ മ്യൂസിക്കും പക്ഷെ ആ കൺവേ ചെയ്യാനുള്ളതെല്ലാം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. സോ താങ്ക് യു ഫോർ ദി സെലക്ഷൻ കേട്ടോ. രണ്ടുപേർക്കും താങ്ക് യു. ഈ പാട്ട് സെലക്ട് ചെയ്തതിലും അത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയതിലും ഞങ്ങൾ ഒരുപാട് കാലങ്ങളിലേക്ക് പോയി. അപ്പം എന്തായാലും ഇത് കോറസ് ആണെന്നല്ലേ മനോജേട്ടാ പറഞ്ഞേ. നമുക്ക് ഈ 4 ലൈൻ നമുക്കൊന്ന് പാടിയാലോ മോൻ്റെ കൂടെ. സോ നമുക്ക് 3 പേർക്കും പഴയൊരു ഫീലിംഗ്, നിസ്റ്റാൾജിയ. ബ്യൂട്ടിഫുൾ അല്ലേ? എല്ലാരും കൂടെ ചേർന്ന്. ഓക്കെ. കല്ലറമിങ്ങുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനിതാ, ഇറവോലം കൃപയിൽ മുഴുകുന്നു, പൊന്നുളിയിൽ കല്ലറമിങ്ങുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനിതാ, ഇറവോലം പ്രഭയിൽ മുഴുകുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോ ഇനി നെവിന്റെ മാർക്കിന്റെ സമയം ആണ്. സിസ്ലി, നെവിൻ എത്ര നെവിന് വേണ്ടേ? നിങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട് എത്രയാ വേണ്ടത്, എന്നിട്ട് ചോദിക്കുന്നൊന്നും പറയൂല. അല്ല, ഒരുപാട് ചോദിക്കില്ല എന്ന് എനിക്കറിയാം. അല്ല, അങ്ങനെ പറയാൻ പറ്റൂല. അത് ഞങ്ങളുടെ ഓപ്ഷൻ ആണല്ലേ എത്ര ചോദിക്കണം എന്നുള്ളത്. രമി ചേച്ചി ഒന്നും മിണ്ടാതിരിക്കും, കുട്ടി പറയൂ. അവര് മിണ്ടൂല, അവര് പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കാൻ. നെവിൻ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നയനോ 10 ചോദിക്കും. ഇല്ല രമി ചേച്ചി പറഞ്ഞ കേൾക്കണ്ട. മോൻ ചോദിച്ച മാർക്ക് ഞാൻ തരുന്നു, 9 മാർക്സ്. താങ്ക് യു. പറഞ്ഞൂലേ പറയാൻ പോവായിരുന്നു. ഓക്കെ,
മനോജേട്ടാ? ഞാൻ ഇനി ചോദിക്കുന്നില്ല. കാരണം ഒരു എന്തൊരു തട അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ മാർക്ക് ഇടാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കും. മോനെ നന്നായിട്ട് പാടി. 9 മാർക്സ്. താങ്ക് യു സാർ. അച്ഛാ? നെവിൻ ഇതുവരെ ലഭിച്ച ഏറ്റവും വലിയ മാർക്കാവുന്ന എനിക്ക് തോന്നുന്നു 9 മാർക്ക്. അപ്പം നെവിൻ നല്ല രീതിയിൽ ചിരിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്ത് ശരിക്കും ഒന്ന് പാടി. മോൻ പാടിയ പാട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജഡ്ജസും മോന്റെ കൂടെ പാടി. എന്നിട്ട് വയറ് നിറയേതാ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഇതാ മാർക്കും തന്നിരിക്കുകയാണ്. തൃപ്തിയായില്ലേ? അപ്പൊ എപ്പോഴും ഇതുപോലെ ചിരിച്ചു വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം കേട്ടോ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. കാണാം. താങ്ക് യു. താങ്ക് യു. Voice of Goodness Season 3. ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ ഗാനം, മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് മറ്റാരുമല്ല, ക്രിസ്റ്റീന. വരൂ ക്രിസ്റ്റീന കുട്ടി. ഏതാണ് മോള് സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ട്? ഏത് കാറ്റഗറിയിലുള്ളതാണ്? സെയിൻസിന്റെ കാറ്റഗറിയിലുള്ള ആഘോഷത്തുയിൽ ഉണരുകയായി. അത് മോള് പുതിയതായിട്ട് പഠിച്ചെടുത്തതാണോ? അതെ. ഓ, വേറെ ഏതെങ്കിലും അറിയാവുന്ന പഴയ പാട്ടോ വല്ലോ? അങ്ങനെ സെയിൻസിന്റെ കാര്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും പുതിയത് പഠിക്കണമായിരുന്നു അല്ലെ? എന്തായാലും കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ പഠിച്ചെടുത്ത പാട്ടാണ്. പക്ഷെ ഒരു സംശയം വേണ്ട, നല്ല കോൺഫിഡൻസ് ആയിട്ട് നന്നായിട്ട് തുറന്ന് എൻജോയ് ചെയ്ത് പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Voice of Goodness Season 3. മനമാകെ ഉത്സവതാളം, നാടാകെ ഉത്സവമേളം. മനമാകെ ഉത്സവതാളം, മനമാകെ നീയല്ലോ പുണ്യാള, ഈ വർഗീയ സഹതായ നീയല്ലോ. മനമാകെ നീയല്ലോ പുണ്യാള, ഈ വർഗീയ സഹതായ നീയല്ലോ.
സഹദാതൻ തിരുസവിധേ കൈകൂപ്പുന്നു. ഈ തിരുനടയിൽ തേജോമയനാം സഹദാതൻ തിരുസവിധേ കൈകൂപ്പുന്നു. മനമാകെ നീയല്ലോ പുണ്യാളാ, ഈ വർഗീ സഹദായ നീയല്ലോ. മനമാകെ നീയല്ലോ പുണ്യാളാ, ഈ വർഗീ സഹദായ നീയല്ലോ. ആഘോഷ തുയിലുണരുകയായി സഹദാതൻ തിരുനാൾ കൊടിയുയരുമ്പോൾ. ആഘോഷ തുയിലുണരുകയായി സഹദാതൻ തിരുനാൾ കൊടിയുയരുമ്പോൾ. നാടാകെ ഉത്സവമേളം, മനമാകെ ഉത്സവതാളം. നാടാകെ ഉത്സവമേളം, മനമാകെ ഉത്സവതാളം. മനമാകെ നീയല്ലോ പുണ്യാളാ, ഈ വർഗീ സഹദായ നീയല്ലോ. 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 അങ്ങനെ പുണ്യാളന്റെ പാട്ടങ്ങ് ശരിക്കും എൻജോയ് ചെയ്ത് പാടി. അമ്മയുടെ മുഖത്തും അച്ഛന്റെ മുഖത്തും ഒക്കെ നല്ല സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് പാടിയല്ലേ? ഇവിടെയോ നന്നായിട്ട് എൻജോയ് ചെയ്ത് മോള് പാടുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പൊ സംശയം ഉണ്ടോ? ഉണ്ടോ? എന്തിനാ? എത്ര പാടിയാലും ഞാൻ പാടിയത് ശരിയായോ ശരിയായോ എന്നുള്ളൊരു ടെൻഷനാ. ശരി, നമുക്ക് ആരുടെ അടുത്താ ചോദിക്കണ്ടേ? ഓക്കേ, സിസ്ലി മാം പറയൂ. സിസ്ലി മാം അവിടെ നിന്ന് ഡാൻസ് ചെയ്യായിരുന്നു, അറിയോ? ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് അത്ര എൻജോയ് ചെയ്ത് ഇങ്ങനെ കേൾക്കായിരുന്നു. മോള് നല്ല ഇൻവോൾവ് ചെയ്ത് പാടി കേട്ടോ ക്രിസ്റ്റീന. ഈ പാട്ടിലേക്ക് ശരിക്കും കഴിഞ്ഞ റൗണ്ടിൽ പറയാത്തൊരു കാര്യം പറയാം. ഈ റൗണ്ടിലായപ്പം ശരിക്കും ഇൻവോൾവ് ചെയ്ത് പാടി, അങ്ങ് ഇറങ്ങി അങ്ങ് പാടി. അങ്ങനെ വേണം പാട്ട്. നമ്മള് ഭയക്കരുത് പാട്ടിനെ. ഭയന്നാൽ അത് അവിടെ ഇങ്ങനെ നിൽക്കും, നമ്മൾ വേറെ ആയിട്ടും നിൽക്കും. നല്ല ജെല്ല് ചെയ്ത് പാട്ടിൽ ഇൻവോൾവ് ചെയ്ത് അങ്ങ് ഫുള്ളി അതിൽ ഇമേഴ്സ്ഡ് ആയിട്ട് വേണം പാടാൻ. അപ്പോൾ ആ പാട്ട് ഓൺ ചെയ്ത് നമുക്ക് പാടാൻ പറ്റും. നമ്മൾ പാടുന്നൊരു പാട്ടായിട്ട് മാറും. ചിലപ്പോൾ വേറെ ആരെങ്കിലും പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ ആയിരിക്കാം, പക്ഷെ നമ്മളത് പാടുമ്പോൾ നമ്മളുടെ പാട്ടായി മാറണം. അപ്പം അങ്ങനെ വേണം നമ്മളത് ഓൺ ചെയ്ത് പാടാനായിട്ട്. അപ്പം മോളെ ഈ പാട്ട് അങ്ങനെ ഏറ്റെടുത്ത് പാടി, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. യാ, ഇത് ഏത് സെയിന്റിനെ കുറിച്ചുള്ള പാട്ടാ? വിശുദ്ധ ഗീവർഗീസ്. എന്താ ഈ പാട്ട് എടുക്കാൻ കാരണം? മോളുടെ ഏറ്റവും ഫേവറേറ്റ് സെയിന്റ് അങ്ങനെ വല്ലതും ആണോ? അതോ അല്ല, യൂട്യൂബില് സെയിന്റിനെ കുറിച്ചുള്ള പാട്ട് തപ്പിയപ്പോ അങ്ങനെ കിട്ടി. അങ്ങനെ ഇത് ഫീമെയിൽ സോങ് ആണോ ശരിക്കും? അല്ല, മെയിൽ. അപ്പം ശ്രുതി താത്തു വല്ലതും ചെയ്തോ? ഇല്ല, ഈ സെയിം ശ്രുതി തന്നെയാ. ഓക്കെ ഓക്കെ. എന്താ അറിയാം ഈ സെയിന്റിനെ കുറിച്ച്? മോൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും. നമ്മൾ ഓരോ റൗണ്ടില് സെയിന്റ്സിനെ കുറിച്ചും കൂടെ അങ്ങ് പഠിക്കാം, നല്ലതല്ലേ? കുതിരപ്പുറത്ത് ഉള്ള എന്ത് വേഷമായിട്ടിരിക്കുന്ന ഈ പുണ്യാളൻ? പടച്ചട്ട പോലത്തെ. അപ്പൊ ഒരു സോൾജിയർ ആണ് കേട്ടോ, ഒരു റോമൻ പടയാളിയാണ്, അത്ര അറിയാം. പിന്നെ സെയിന്റിന്റെ കയ്യിൽ എന്തോ കുന്തം. ആരെയാ കുത്തുന്നേ? വ്യാളിയോ? കറക്റ്റ്, ഡ്രാഗണെയാണ്. വിഷമുള്ള പാമ്പിനെതിരായിട്ട് സംരക്ഷണം പ്രാർത്ഥിച്ചോ, പുണ്യാളിന്റെ അടുത്ത് പ്രാർത്ഥിച്ചോ എന്ന് പറയും. അപ്പൊ ഈ ഡ്രാഗന്റെ ഒരു റെപ്രസെന്റേഷൻ പോലെയാണ്. ബേസിക്കലി ഡ്രാഗണും സ്നേക്കും എല്ലാം നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് ഈവിൾ, അതായത് തിന്മ ആയിട്ടാണ് നമ്മൾ. അപ്പൊ തിന്മയ്ക്കെതിരെ സംരക്ഷണമായിട്ടാണ് നമ്മൾ ഈ പുണ്യാളിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു സെലക്ഷൻ, എന്താ എല്ലാവർക്കും ഒന്ന് ചേർന്ന് പാടാൻ പറ്റിയൊരു സെലക്ഷൻ ഓഫ് സോങ്. നല്ല സെലക്ഷൻ. മോളാണോ സെലക്ട് ചെയ്തേ? അല്ല, ഞങ്ങള് പപ്പയും മമ്മിയും കൂടെ യൂട്യൂബ് നോക്കി സെലക്ട് ചെയ്തു. എല്ലാരും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തതാ. ഇഷ്ടപ്പെട്ടോ പാട്ട്? ഓൾ ദ ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ. ക്രിസ്റ്റീന, എന്തോ? ക്രിസ്റ്റീന അവിടെ നിന്ന് പാടി ഞങ്ങളെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആക്കി. ഭയങ്കര ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. അവിടെ നിന്ന് ഈ വരികളിലൊക്കെ പറയുന്ന പോലെ പുണ്യാളുടെ ഒരു പെരുന്നാളിനെ കുറിച്ചിട്ടാണ് വരികളിലെല്ലാം പറയുന്നത്. ഒരു ആഘോഷം, പെരുന്നാളിന് കൊടി കയറി, അപ്പം അങ്ങനത്തെ ഒരു ആഘോഷം, ആ ഒരു ആഘോഷ തിമിർപ്പ്. അപ്പം ആ ഒരു എന്താ പറയേണ്ട ഇമോഷൻ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നു. കൺഗ്രാജുലേഷൻസ്. എന്തായാലും മോൾക്ക് നല്ല
എന്താ പറയുക, നല്ല വോയിസാണ് മോളുടെ. നല്ലൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് മോൾക്ക്. പിന്നെ അത് ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെയായിരുന്നു. ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് കൈയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഭയങ്കര രസമായിരുന്നു മോളെ. പിന്നെ ഞങ്ങളൊക്കെ അവസാനമായപ്പോഴേക്കൊക്കെ ഞങ്ങൾ എണീറ്റ് നിന്ന് ഡാൻസ് ചെയ്താലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷെ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൈയടിക്കായിരുന്നു. എന്തായാലും വളരെ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ ഗംഭീരമായിട്ട് മോള് പാടി. എന്തായാലും മോളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോളുടെ എനർജിയും അതുപോലെ റെൻഡർ ചെയ്ത രീതിയെല്ലാം ഫാന്റാസ്റ്റിക് റെൻഡിഷൻ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. പോളിച്ച ക്രിസ്റ്റീന മനോഹരമായിട്ട് നല്ല എന്താ പറയുക, ഒരു ഡൈനാമിക് സോങ് ആണത് അല്ലേ? വളരെ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ്. അത് വളരെ ഊർജസ്വലയായി തന്നെ പാടി. കൺഗ്രാജുലേഷൻസ്. നല്ല മ്യൂസിക്കും, അതായത് ഒരു ഫെസ്റ്റിവിറ്റിക്ക് പറ്റിയ ആഘോഷം അല്ലേ? ആഘോഷ തിമിർപ്പ് എന്ന് പറയില്ല നമ്മൾ. അപ്പം അതിന് പറ്റിയ ഒരു മേളം മൊത്തത്തിലെ പാട്ടിൻ്റെ ഒരു സ്റ്റൈൽ അതാണല്ലോ. അപ്പം നമുക്ക് ഓർക്കസ്ട്രക്കാർക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം. അവരൊന്നാന്തരമായിട്ട് ഇത് വായിച്ചു ഫീല്, ഓർക്കസ്ട്ര കൂടി വരുമ്പോഴാണ് ആ ആഘോഷത്തിൻ്റെ ഫീല് ശരിക്കും വരുന്നത്. മോള് നന്നായിട്ട് പാടിയത്, നല്ല ശബ്ദം, പിന്നെ നല്ല കോറസ് ആയിരുന്നു. ഒരാളാണ് അക്കമ്പനിയാണ് ഉണ്ടായിരുന്നുള്ളതെങ്കിലും നല്ല ലൈവ്ലി ആയിട്ടുള്ള കോറസ് ആയിരുന്നു. ഇതൊരു ഹീറോയിക് സോങ് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഗീവർഗീസ് പുണ്യാളൻ ഒരു പട്ടാളക്കാരനാണല്ലോ. രൗദ്ര ഭാവം, അങ്ങനത്തെ ഒരു ഭാവമാണ് നവരസങ്ങളിൽ. ഓക്കെ, അപ്പം അത് ആള് എന്താ പറയുക, രാജാവിൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഈ വ്യാളി എന്നൊക്കെ പറഞ്ഞല്ലോ, അത് മനുഷ്യരെ പിടിച്ച് തിന്നുന്ന ഒരു ഡ്രാഗൺ ആയിരുന്നു എന്നാണ് പറയുന്നത് അന്ന് കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ രക്ഷിക്കാൻ ഒരു വഴിയില്ലാതിരുന്ന് വിഷമിക്കുന്ന സമയത്താണ് ഈ ഗീവർഗീസ് സോൾജർ, അദ്ദേഹം ധീരനായിട്ടുള്ള പടയാളി, ആർക്കും ധൈര്യമില്ല, ഇത് ആരെയും അറ്റാക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹം ദൈവത്തിൽ അടിയുറച്ചുകൊണ്ട് അവിടെ ചെന്ന് ഇതിനെ കൊല്ലുകയാണ്. മനസ്സിലായോ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമായിട്ടുള്ളത്. അപ്പം ഏതായാലും എടപ്പള്ളിയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എവിടെയാ മോളുടെ വീട്? അങ്കമാലിയില. ആ, അപ്പോൾ പിന്നെ അധികം അകലത്തിലല്ല. അങ്കമാലി എടപ്പള്ളിയൊക്കെ ഇങ്ങനെ ആ ഒരു അതിൻ്റെ ഇമ്പാക്റ്റ് അവിടേക്കൊക്കെ ഒക്കെ ഉണ്ടാകും. അത്രയ്ക്ക് പ്രസിദ്ധമാണല്ലോ എടപ്പള്ളി ഗീവർഗീസിൻ്റെ തിരുനാൾ എന്ന് പറയുന്നത്. ഈ ഗീവർഗീസ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് എവിടെയാണെന്ന് അറിയോ? ഏത് രാജ്യത്താണെന്നറിയോ? ഇല്ല. ഇംഗ്ലണ്ട്. അപ്പോൾ കിങ് ജോർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു സംഭവമാണ്. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് രാജാക്കന്മാർ ജോർജ് എന്നുള്ള പേരിലൊക്കെ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലാണ് ഈ ജോർജ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എനിവേ, എന്തായാലും മോള് വളരെ മനോഹരമായിട്ട് പാടി. നല്ല ആശംസകൾ. ഓൾ ദി ബെസ്റ്റ് ക്രിസ്റ്റീന. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഇപ്പം ക്രിസ്റ്റീനയ്ക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യമൊക്കെ ആയില്ലേ? എത്ര നല്ല രീതിയിലാണ് ജഡ്ജസ് പറഞ്ഞതും കമന്റ് ചെയ്തതും എല്ലാം. അപ്പം മോളുടെ കഴിവിൽ മോൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവണം. നന്നായിട്ട് ഇനി കുറച്ചും കൂടി ഇനി വരുമ്പോൾ അമ്മ പറയണം, മോൾക്ക് ഇപ്പം മടിയൊന്നുമില്ല, കറക്റ്റായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് അമ്മ പറയണം. അങ്ങനെ പറയിപ്പിക്കണം കേട്ടോ. അപ്പൊ ഇനി വരുമ്പോൾ മിടുക്കിയായിട്ട് നല്ല കഴിവുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു മോളാണ്. അപ്പൊ യൂട്ടിലൈസ് ചെയ്യുക കഴിവ്. ഓക്കെ, പോളിച്ച എത്ര മാർക്കാണ്? ക്രിസ്റ്റീനയ്ക്ക് 8.5. താങ്ക് യു അച്ഛാ. മനോജേട്ടാ 8.5. താങ്ക് യു. സിസ്ലി 8.5. താങ്ക് യു. യെസ്. അപ്പൊ സന്തോഷായോ? ആ, യെസ്, 25.5 മാർക്സ് ആണ് മോൾക്ക് ലഭിച്ചിരിക്കുന്നത്. സന്തോഷായല്ലോ എല്ലാവർക്കും? അപ്പൊ ശരി മോളെ, പറഞ്ഞ പോലെയൊക്കെ തന്നെ ആയിട്ട് നല്ല മോളായിട്ട് ഇനി വരുമ്പോ പറഞ്ഞ കേട്ടോ. ശരി, ബൈ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് റിയാലിറ്റി ഷോയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഈ വലിയ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശവും സന്തോഷവും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.
ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഈ ദിവസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും പ്രകാശവും നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഏവർക്കും ഹാപ്പി ഈസ്റ്റർ. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ഈ വലിയ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സന്തോഷവും പ്രകാശവും ആയി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.
വോയിസ് ഓഫ് ഗുഡ്നസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. ഉയർത്തെഴുന്നേറ്റ ഈശോ മിശിഹായുടെ സമാധാനം, സന്തോഷം നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈസ്റ്റർ ആശംസകൾ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. ബൈ. കല്ലറമിങ്ങുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനിതാ, ഇറവോലം കൃപയിൽ മുഴുകുന്നു. പൊന്നുളിയിൽ കല്ലറമിങ്ങുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനിതാ, ഇറവോലം കൃപയിൽ മുഴുകുന്നു. പൊന്നുളിയിൽ കല്ലറമിങ്ങുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനിതാ, ഇറവോലം കൃപയിൽ മുഴുകുന്നു. പൊന്നുളിയിൽ കല്ലറമിങ്ങുന്നു, മഹിമയുടെ നാഥനുയർക്കുന്നു.